Hi everyone, welcome to day 7 of our Money Abundance Challenge. എൻ്റെ പേര് അനീറ്റ. ഞാൻ ഷിജ ജയമോൻ. ഞങ്ങൾ രണ്ടുപേരും ലോ ഓഫ് അട്രാക്ഷൻ കോച്ചസാണ്, ലൈഫ് കോച്ചസാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പല ആൾക്കാരുടെയും പ്രശ്നം എന്താ? ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതം ജീവിക്കും. നമ്മുടെ സ്വപ്ന ജീവിതം നമ്മൾക്ക് സാക്ഷാത്കരിക്കാൻ പലർക്കും സാധിക്കാറില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ആൾക്കാരെ എന്താ ചെയ്യണമെന്നറിയാമോ? ലൈഫ് എഫേർട്ട്ലെസ് ആയിട്ട് എങ്ങനെ ജീവിക്കാം, നമ്മുടെ സ്വപ്ന ജീവിതം എങ്ങനെ ജീവിക്കാം എന്ന് പഠിപ്പിക്കുകയും റിയൽ ആയിട്ട് ലൈഫിൽ കാണിച്ചു തരുക ചെയ്യുന്നത് ഇല്ലേ? അതെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഷൂട്ട് ചെയ്യണമെന്നറിയോ? സ്കോട്ട്ലാൻഡിൽ നിന്നാണ്. സ്കോട്ട്ലൻഡിലൊരു എയർബിഎൻബിയിലാണ്, ഒരു 2 BHK എയർബിഎൻബി ആണ്. നല്ലൊരു സ്ഥലമായിരുന്നു. അപ്പം ഞങ്ങളിപ്പോൾ ഇവിടെ ഒരു 5 days ഇവിടെ സ്റ്റേ ചെയ്യണേ. ഒരു ഇന്നലെ നമ്മൾ ഏതൊക്കെ സ്ഥലമാണിട്ട് പോയേ? എഡിൻബർഗ് എന്ന് പറഞ്ഞ സിറ്റിയാണ് വിസിറ്റ് ചെയ്തത്. പക്ഷെ ഭയങ്കര എത്ര മണിക്കൂർ നടന്നു? കുറേ ഉണ്ട്. എനിക്കതിന് ഞങ്ങളൊരു 6 hours നടന്ന് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒത്തിരി നടക്കാനായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. കാണാൻ അത്ര അധികം ഉണ്ടായിരുന്നു. കണ്ടു തീർക്കാൻ പറ്റാത്ത അത്രയുണ്ട്. കാര്യം ഇവിടെ സ്കോട്ട്ലൻഡൊക്കെ ഫുള്ളായിട്ടൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ ഒരു മാസമൊക്കെ വേണം. ഇവിടുത്തെ ഒരു മേജറായിട്ടൊരു 10-25 സ്പോട്ട്സ് ചെയ്യണമെങ്കിൽ. പിന്നെ നല്ല രീതിയിൽ ചിലത് ശരിക്കും ഇതെടുത്ത് പോകേണ്ടി വരും അല്ലേ? പല ലൊക്കേഷൻസ് ഉണ്ട്. ഒത്തിരി 850 മൈലൊക്കെ ഫ്രീക്വൻ്റ് ആയിട്ട് ട്രാവൽ ചെയ്യേണ്ടി വരും. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് ഞങ്ങൾ പോണത് ഗ്ലാസ്ഗോയാണ് അല്ലേ? ഓക്കെ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ എങ്ങനെയുണ്ട് നിങ്ങളുടെ ചലഞ്ചസ് ഒക്കെ? നമ്മളിപ്പോൾ 6 ദിവസം നമ്മുടെ ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഈ വീഡിയോ പോസ് ചെയ്യുക. 6 ഡേയ്സിൻ്റെ കണ്ടന്റ് ഉണ്ട്. അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ട് ഈ day 7 കാണാം. എന്നാലാണ് കാര്യം ഓരോ ദിവസവും നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് നിങ്ങളുടെ മണി ആയിട്ടുള്ള ബന്ധത്തിനെ മാറ്റാനും ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന പ്രാക്ടീസസ് ആണ് നമ്മൾ ഓരോ ദിവസവും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് താഴെ നിങ്ങളൊന്ന് എഴുതുമോ ദാറ്റ് ദിസ് ചലഞ്ച് ഈസ് വെരി ഹെൽപ്ഫുൾ എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ താഴെ ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യാം. കാര്യം നിങ്ങളുടെ കമൻറ്റുകളാണ് ഞങ്ങൾക്ക് ഓരോ ദിവസം എത്ര തിരക്കാണെങ്കിലും ഷോ അപ്പ് ചെയ്യാനും ഇങ്ങനെ വീഡിയോസും കണ്ടൻറ്റും നിങ്ങൾ അതുകൂടാതെ ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള പഠിപ്പിക്കുന്ന പല പ്രാക്ടീസസും ഏറ്റവും എളുപ്പത്തിൽ വളരെ നിങ്ങൾ പറയില്ല ഈ വീഡിയോസിലൊക്കെ ഒരു കണ്ടൻസ് ഫോമിൽ നമുക്ക് എടുക്കാൻ പറ്റും. അതായത് ഭയങ്കര എളുപ്പമായിട്ടുണ്ട്. നമ്മൾ വിചാരിക്കും ഇത്ര എളുപ്പമായിരുന്നു ജീവിക്കാൻ. ഞാൻ എത്ര വർഷമാണ് എന്നോട് എല്ലാ ദിവസവും എൻ്റെ ക്ലാസ്സിൽ വരുന്ന ആൾക്കാർ പറയണ ഏറ്റവും ഭയങ്കര ഒരു കാര്യം എന്താണെന്നറിയാമോ? എൻ്റെ മാമിനെ കുറച്ച് വർഷം മുമ്പ് കണ്ടെങ്കിൽ ഞങ്ങൾ എത്ര നന്നായിട്ട് ജീവിച്ചതെന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ പറയും അതൊന്നും വിഷമിക്കണ്ട, ഇന്നത്തെ ഈ ഒരു ദിവസമാണ് നമ്മളുടെ കയ്യിലുള്ളത്. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്താ, കിട്ടണ ഒരു ഓപ്പർച്യൂണിറ്റി അത് കണ്ട പിന്നെ അങ്ങ് കൂടുക. ഞാൻ എൻ്റെ ലൈഫിൽ ആലോചിച്ച് കഴിഞ്ഞാൽ ഒരു 5-6 years മുമ്പ് ഇങ്ങനെ എൻ്റെ ഒരു മെൻറ്ററിൻ്റെ കൂടെ കൂട്ടിയതാണ്. ഇന്ന് തിരിഞ്ഞു നോക്കിയാൽ ജീവിതം എത്ര ഈസിയാണ്, എത്ര എഫേർട്ട്ലെസ് ആണ് എന്ന് ഞാനിങ്ങനെ ആലോചിക്കും. അപ്പോൾ അത്ര എഫേർട്ട്ലെസ് ആണ്. അങ്ങനെ നമ്മളുടെ ലൈഫിൽ ആ ഒരു അലൈൻമെൻറ്റിൽ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ യൂട്യൂബിൻ്റെ ആൽഗരിതം നിങ്ങളുടെ മുമ്പിൽ ഒന്ന് ഇത് കാണാമെന്ന് തോന്നിയത് കൊണ്ടാണ് ഇപ്പോൾ എൻ്റെയും മമ്മിയുടെ ഈ ഒരു സംഭാഷണം നിങ്ങൾ കാണുന്നത്. സോ ഇഫ് യു സ്റ്റേ അലൈൻ ടു ദിസ് പർപ്പസ്, അടുത്ത ഈ ഒരു പറയുന്ന ദിവസങ്ങൾ ഈ പ്രാക്ടീസസ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിൽ ആ ചേഞ്ചസ് വരും. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാര്യം അത്രയും ചാനൽസ് ഉണ്ട്. അപ്പോൾ നമ്മളുടെ റെഗുലറായിട്ട് വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാനും കാണാനും അതും ലൈഫിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും അത് സഹായിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചലഞ്ച് എന്താണെന്ന് പറയാം. ഞാൻ ഇങ്ങനെ പലപ്പോഴും ആൾക്കാരൊക്കെ ചോദിക്കേ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നടത്താൻ പറ്റുമോ? ഞാനിങ്ങനെ ആലോചിച്ചാൽ ഒന്നുമില്ലാത്ത ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് എപ്പോഴും ഫിനാൻഷ്യൽ സ്ട്രഗിളും കണക്കൊക്കെ കൂട്ടിക്കൊണ്ടിരുന്ന ഡാഡിയുടെയും മമ്മിയുടെ അടുത്തുനിന്ന് ജീവിതം ഇങ്ങനെ 19 വയസ്സിൽ ആരംഭിച്ച് ഇന്ന് ഇത്രയും അബണ്ടൻസിൽ ജീവിക്കുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, എൻ്റെ ഒരു മൈൻഡ് സെറ്റിൽ അത്രയും പോസിറ്റിവിറ്റി കൊണ്ടുവരാനും വലിയ സ്വപ്നങ്ങൾ കാണാനും ധൈര്യത്തോടെ എവറി ഡേ എന്നിൽ തന്നെ വർക്ക് ചെയ്യാനും ഞാൻ ധൈര്യം കാണിച്ചുകൊണ്ടാണ് ഇന്ന് എനിക്ക് ഇപ്പം ഞാൻ ആലോചിച്ചാൽ ഒരു 10-28 കൺട്രി ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അതും ഈവൻ ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസിൽ എത്ര അധികം സ്ഥലങ്ങൾ മൂവ് ഔട്ട് ചെയ്തേക്കണു, എത്ര അധികം നല്ല എക്സ്പീരിയൻസസ് ലൈഫിൽ കൊണ്ടുവരാനായിട്ട് ഈ ഒരു 53 വർഷം സാധിച്ചു എന്നുള്ളത് വലിയൊരു ചരിതാർത്ഥ്യമാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയണത് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യനും ഈ ഒരു ലോകത്തിൽ ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കാനായിട്ടുള്ള സകല അവസരങ്ങളും ഇവിടെയുണ്ട്. പക്ഷേ ഈ അവസരങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് വരണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ സബ് കോൺഷ്യസ് ബ്രെയിനെ റീപ്രോഗ്രാം ചെയ്യണം.
അതുകൊണ്ടാണ് നമ്മളുടെ ക്ലാസ്സുകൾക്ക് ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് ലൈവ് എനർജി അങ്ങ് കിട്ടുമ്പോഴത്തേക്കുണ്ടല്ലോ നിങ്ങൾക്ക് എന്തും ചോദിക്കാൻ പറ്റുന്നു. നിങ്ങളുടെ കൂടെ ശരിക്കും 2 കോച്ചസ് ഉണ്ടാവുക എന്ന് പറയുന്നത് അത്രയും ഭാഗ്യമാണ്. അത്രയും സപ്പോർട്ടീവായിട്ട് ഒരു ലൈക്ക് മൈൻഡഡ് കമ്മ്യൂണിറ്റി ആയിട്ടും നിങ്ങൾ ലൈവായിട്ട് എന്ത് ചോദ്യങ്ങൾ ചോദിക്കാനും പഠിക്കാനും ലൈവായിട്ട് പ്രാക്ടീസ് ചെയ്യാനും, പിന്നെ ഒരു ഇമോഷനെ സപ്രസ് ചെയ്യാതെ നിങ്ങൾക്ക് അത്ര ആരും ജഡ്ജ് ചെയ്യാത്ത നിങ്ങൾക്കൊരു സ്പേസ് അത് നിങ്ങളുടെ സ്വന്തം വീട്ടിൽ പോലും നിങ്ങൾക്ക് കിട്ടില്ല. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കമ്മ്യൂണിറ്റി മെമ്പേഴ്സും സപ്പോർട്ടുമാണ് നിങ്ങൾക്ക് ഇപ്പം ഞങ്ങളുടെ ആ ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ കിട്ടണേ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, യു വോണ്ട് ടു ബി പാർട്ട് ഓഫ് ദിസ് കമ്മ്യൂണിറ്റി, നമ്മുടെ മാനിഫെസ്റ്റോ ഡ്രീം ലൈഫ് എന്ന് പറയുന്നതാണ് നമ്മുടെ ലെവൽ 1 പ്രോഗ്രാം. നിങ്ങൾക്ക് ആ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അപ്പോൾ താഴെ നമുക്ക് മെയ് 31 തൊട്ട് നമ്മുടെ അഡ്മിഷൻ ഓപ്പൺ ചെയ്യും. അപ്പോൾ മെയ് 31 ടു ഒരു ജൂൺ 9 വരെയുള്ള പീരീഡിലാണ് നിങ്ങൾക്ക് നമ്മളുടെ ഏറ്റവും എൻട്രി ലെവൽ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു ടൈം പീരീഡിൽ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് കിട്ടുന്ന ഓഫർ എന്താ വെച്ച് കഴിഞ്ഞാൽ ദേ വിൽ ഗെറ്റ് 50% ഓഫ് അല്ലേ? അതെ. അപ്പോൾ ഒരു മാസം നമ്മളുടെ കൂടെ പഠിക്കാൻ എങ്ങനെ പോസിറ്റീവായിട്ട് നിങ്ങളുടെ ആ ഡ്രീം ലൈഫ് എങ്ങനെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം, എന്ത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഒരു കണക്റ്റഡ് ആവാം, എന്ത് നിങ്ങൾക്ക് ചോദിക്കാൻ, നിങ്ങൾക്ക് സംസാരിക്കാൻ ഉള്ളൊരു സ്പേസ്. അപ്പോൾ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൈസാണ്, അതുകൊണ്ടാണ് 50% ഓഫർ തരുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാലാവധിയിൽ മാത്രമേ നമ്മൾ ഈ ഒരു ഓഫർ തരുന്നുള്ളൂ. അതല്ലെങ്കിൽ നമ്മുടെ റെഗുലർ പ്രൈസ് എന്ന് പറയുന്നത് 5000 പ്ലസ് GST ആണ് നമ്മുടെ 1 മന്ത് പ്രോഗ്രാമിൻ്റെ ഫീസ് വരുന്നത്. പക്ഷെ ഇപ്പോൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ 50% ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ഇത് ഈ കാണുന്ന നമ്പർ, ഞാനിപ്പോൾ നമ്പർ ടാഗ് ചെയ്ത് കമ്മ്യൂണിറ്റിയിലേക്ക് പോയി ജോയിൻ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ നമ്മുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റി ലിങ്ക് ഉണ്ട്, ഈ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. ഇതിൻ്റെ ഡീറ്റെയിൽസും നമ്മുടെ അഡ്മിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സ്പെഷ്യൽ ഓഫറിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ചലഞ്ചിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പണമായിട്ടുള്ള ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ചെറുപ്പം മുതൽ കേൾക്കുന്ന വിശ്വാസങ്ങളാണ്. ആ ഒരു വിശ്വാസത്തിനെ എങ്ങനെ നമുക്ക് മാറ്റാൻ പറ്റും? അപ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് വേണ്ടിയുള്ള ഒരു പ്രാക്ടീസാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു കാര്യം എന്താണ്? കാശുണ്ടാക്കാൻ ഭയങ്കര പാടാണ്, കാശൊന്നും അങ്ങനെ വെറുതെ കിട്ടില്ല, അതുകൊണ്ട് ഒന്നും നശിപ്പിക്കരുത്, കൂട്ടി എവിടെയെങ്കിലും മാറ്റിയിടണം, ഇങ്ങനെയൊക്കെ ആൾക്കാർ പറയാം. അപ്പം നമ്മൾ വളർന്നു വരുന്ന സാഹചര്യം നിങ്ങളുടെ ജീവിതം തന്നെ നോക്കുക. ചിലപ്പോൾ ചെറുപ്പത്തിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടാവുന്നില്ല, അല്ലെങ്കിൽ ലൈഫ് ഭയങ്കര ഹാർഡായിരിക്കും. നമ്മുടെ അച്ഛനമ്മ അത്രയും കഷ്ടപ്പെട്ട് വീടുകളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും പല ഒരു മിക്സ്ഡ് ബാക്ക്ഗ്രൗണ്ട്, എല്ലാവർക്കും ഒരുപോലെയല്ല. പക്ഷെ എന്നാലും നമ്മൾ വളർന്നു വരുമ്പോൾ കേൾക്കുന്നതും കാണുന്ന കാര്യങ്ങളാണ് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡായിട്ട് മാറുന്നത്. അപ്പോൾ നമ്മളുടെ ചിന്തകളെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഈ ഒരു സബ് കോൺഷ്യസ് റീപ്രോഗ്രാമിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പോണേ? വർഷങ്ങളായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ട് ദാറ്റ് മണി എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കാൻ ഭയങ്കര പാടാണ്, കുറേ കഷ്ടപ്പെട്ടാൽ മാത്രമേ പണം ഉണ്ടാക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കാശ് ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ കള്ളന്മാരാണ്, അല്ലെങ്കിൽ കാശ് അങ്ങനെ മരത്തിലൊന്നും കായ്ക്കില്ല. പിന്നെ എന്താ പൈസയുള്ള ആളുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഉള്ള ദുഷ്ടത്തരം മുഴുവൻ ചെയ്യുന്ന പണക്കാരാണ്. ഇങ്ങനെ പല കാര്യങ്ങൾ. പ്രശ്നം എന്താന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ വിശ്വസിക്കുമ്പോൾ ആ ഒരു അബണ്ടൻസ് അല്ലെങ്കിൽ റിച്ച് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റിനെ നമ്മൾ റിജക്റ്റ് ചെയ്യാണ്. അത് തെറ്റാണെന്ന് ചിന്തിക്കുന്നതുകൊണ്ട് നമ്മൾ അതിനുള്ള ആക്ഷൻ എടുക്കാനും അതിലേക്ക് എത്താനും നമ്മളുടെ മൈൻഡ് റെഡി ആവാതിരിക്കും. അപ്പോൾ ഇതിനു വേണ്ടിയാണ് ഈ ഒരു പഴയ പ്രോഗ്രാമിങ്ങിനെ മാറ്റി ഒരു പുതിയൊരു വിശ്വാസത്തിന് നമ്മളിന്ന് സൃഷ്ടിക്കാൻ പോവാണ്. അപ്പോൾ അതിന് നമ്മളിന്ന് എഴുതാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താ കുട്ടി എഴുതാൻ പോകുന്നത്? ഇന്ന് നമ്മൾ എഴുതാൻ പോകുന്ന ഒരു സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് ആണ്. ദാറ്റ് ഈസ് മേക്കിംഗ് മണി ഈസ് വെരി ഈസി ഫോർ മീ. അതായത് കാശ് ഉണ്ടാക്കാൻ എനിക്ക് വളരെ എളുപ്പമാണ്. ഇങ്ങനെ നമ്മൾ 108 ടൈംസ് എഴുതാൻ പോവാണ്. എങ്ങനെ ഫീൽ ചെയ്യുന്നു? പൈസ ഉണ്ടാക്കാൻ എനിക്ക് എളുപ്പമാണ്, പൈസ എന്നിലേക്ക് എഫേർട്ട്ലെസ് ആയിട്ട് വരികയാണ്. ആ ഒരു ഇമോഷൻ കൊടുത്തിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വാങ്ങിയതാവാം, അത് വാങ്ങിയിട്ട് അനുഭവിക്കുന്നതാവാം, നമ്മളുടെ ആ ഡ്രീം ലൈഫ് ക്രിയേറ്റ് ചെയ്യണതാണ് ഫീൽ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഓടിക്കതച്ചൊന്നും ഈ പ്രാക്ടീസസ് ചെയ്യരുത്. ക്ഷമാപൂർവ്വം സമയം കിട്ടുമ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതുമ്പോൾ മമ്മി പറഞ്ഞോളൊരു കാര്യമുണ്ട്, ആ ഒരു ഫീലിംഗ്. കാര്യം ഇന്നലത്തെ നമ്മളുടെ അസൈൻമെൻറ്റ് നിങ്ങൾ എന്ത് ചെയ്തു? പണം കൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ ഓരോ കാര്യങ്ങളും മണി ബ്ലെസ്സിങ്സ് നമ്മൾ എഴുതി. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായില്ല 108 കൂടുതൽ എത്ര കാര്യങ്ങളാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ പണം കൊടുത്ത് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ മണി ഈസ് വെരി ഈസി ഫോർ മീ, അല്ലെങ്കിൽ മണി ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണെന്ന് ഈ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുമ്പോൾ ഐ വോണ്ട് യു ടു ഫീൽ ചെയ്തിട്ട് വേണം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റുകൾ
നിങ്ങളുടെ നോട്ട്ബുക്കിൽ 108 തവണ ഇന്ന് എഴുതാം. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ ഈ ഒരു കോവിഡിൽ പൈസയൊക്കെ ഇല്ലാതിരിക്കുന്ന സമയത്ത്, സ്ട്രക്ക് ആയിട്ടിരിക്കുന്ന സമയത്ത് കരോളിന് വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു 50 lakhs ഒക്കെ ഒരു സ്പെൻഡിലേക്ക് പോയെ. അപ്പോൾ അന്ന് സത്യത്തിൽ ആ ഒരു ഫീസൊക്കെ അടച്ച് അവന് ഏറ്റവും നല്ല രീതിയിലേക്ക് സാധനങ്ങളൊക്കെ വാങ്ങി അവൻ്റെ ആ ഒരു ഹൗസ് പാർക്കിലെ ശരിക്കും അക്കോമഡേഷനൊക്കെ എടുത്ത് ഇങ്ങനെ വിടുമ്പോൾ അവിടെ ഉള്ള എൻ്റെ സിസ്റ്റർ ഇൻ ലോ തന്നെ പറഞ്ഞു, ഇത്രയും അഫോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ജോലി കിട്ടില്ല, അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ഈ ഡിസിഷൻ എടുക്കരുത്, ഇത്ര ഹ്യൂജ് മണിയാണ് നിങ്ങൾ കൊടുക്കണേ. ഞങ്ങൾക്ക് അതിൻ്റെ 1/3 ആയിട്ട് പോലും വി നെവർ സ്പെൻഡ്. പക്ഷേ ആ സമയത്തും ഞാൻ വിശ്വസിച്ചൊരു വിശ്വാസമുണ്ട്, ഈ ഒരു പൈസ ഞാൻ ഇൻവെസ്റ്റ് ചെയ്താൽ അതിൻ്റെ 10 times 100 times 1000 times എനിക്ക് തിരിച്ചു വരും. ആ ഒറ്റ വിശ്വാസത്തിൽ ഞാനത് ഇൻവെസ്റ്റ് ചെയ്യുകയും അതിന് ബ്ലസ് ചെയ്യുകയും അതൊരു ഗ്രാറ്റിറ്റ്യൂഡോടെ കൊടുക്കുകയും ചെയ്തപ്പോൾ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് സ്പെൻഡ് ചെയ്തതും 100 ഇരട്ടിയായിട്ട് എന്നിലേക്ക് തിരിച്ചു വന്നിട്ട് എനിക്ക് ഒരിക്കൽ പോലും അതൊരു നഷ്ടമായിട്ട് ഞാൻ ചിന്തിക്കാറുമില്ല. എനിക്കൊരിക്കലും നഷ്ടമാകില്ല എന്ന് എനിക്ക് അത്രയും ഉറപ്പുണ്ട്. അപ്പം നിങ്ങൾ ഇന്നലത്തെ ആ ഒരു എക്സസൈസ് ചെയ്തിട്ട് എന്ത് ഫീൽ ചെയ്തു എന്ന് നിങ്ങൾ വന്ന് പറയണം. കാരണം ഈ ഒരു ഫീലിങ്സാണ് അതിൻ്റെ ഒരു 100%. നിങ്ങളത് കമൻ്റായിട്ട് എഴുതാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം. കാര്യം നമ്മൾക്ക് എന്താണോ ഈ പ്രാക്ടീസസ് ചെയ്യുമ്പോൾ ആ വ്യത്യാസം വന്ന് പറയുമ്പോഴാണ് നമ്മൾ ഈ പ്രോസസ്സിൽ വിശ്വസിക്കുകയും നിങ്ങളുടെ കോച്ചസിനോട് ആ ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് വരുന്നത്. കാരണം ഒരു വീഡിയോ നിങ്ങൾ പറയുന്നത് എളുപ്പമല്ല, ഇത് ടൈം ഈസ് മണി, സമയം ഒരിക്കലും തിരിച്ചു കിട്ടണില്ല. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയധികം എഫേർട്ട് ഞങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഞങ്ങളോടൊരു ഹായ് പറയുക, ശരിക്കും നിങ്ങളുടെ ആ ഒരു ഫീലിംഗ് ഇവിടെ ഒന്ന് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതാൻ കൂടെ തന്നെ കണ്ടിന്യൂസ്ലി അടുത്ത 24 മണിക്കൂറല്ല 48 മണിക്കൂർ, ദാറ്റ് ഇസ് ഫോർ 2 days നിങ്ങൾ കണ്ടിന്യൂസ്ലി ഈ ഒരു വാക്ക് പറഞ്ഞുകൊണ്ടിരിക്കാം. ചിലപ്പോൾ വണ്ടി ഓടിക്കുന്ന സമയമാവാം, കുക്ക് ചെയ്യുന്ന സമയമാവാം, അല്ലെങ്കിൽ നടക്കുന്ന സമയമാവാം. ഐ വോണ്ട് ടു കീപ്പ് ഓൺ സെയിങ് മണി ഈസ് വെരി ഈസി, മേക്കിംഗ് മണി ഈസ് വെരി ഈസി ഫോർ മേക്കിംഗ് മണി വളരെ എളുപ്പമാണ് എനിക്ക് കാശ് ഉണ്ടാക്കാൻ. അത് നിങ്ങൾക്ക് ഇംഗ്ലീഷോ മലയാളോ ഏതാണോ കംഫർട്ടബിൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് താഴെ പോലെ, അതായത് താഴെ ഇപ്പൊ തന്നെ കമന്റിൽ നിങ്ങൾ എഴുതാം, മേക്കിംഗ് മണി ഈസ് വെരി ഈസി ഫോർ മീ. മേക്കിംഗ് മണി വെരി ഈസി ഫോർ മീ. അപ്പോൾ ഇങ്ങനെ നമ്മൾ പറഞ്ഞ് വരുമ്പോൾ അതിനുള്ള അവസരങ്ങൾ, അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് അവയെല്ലാം നമ്മളിലേക്ക് ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യണം നമുക്ക് ഫീൽ ചെയ്യും. കാരണം ഒരു ചെറിയൊരു ആശയം മതി ജീവിതം രക്ഷപ്പെടാൻ, വലിയ വലിയ കാര്യങ്ങളൊന്നും ആവശ്യമില്ല, ഒരു ചെറിയ കണക്ഷൻ മതി ജീവിതം രക്ഷപ്പെടാൻ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു എക്സസൈസ് 108 times ചെയ്യുക. നിങ്ങൾ താഴെ കമന്റിൽ വന്നിട്ട് പറയാ, എഴുതിയ ശേഷം ഹൗ ആർ യു ഫീലിംഗ്, ആ ഫീലിങ്സും എഴുതാൻ മറക്കരുത്. ഇത് നിങ്ങളിപ്പോൾ ഇവിടെ എഴുതി തുടങ്ങുക. കാര്യം എന്താ എഴുതേണ്ടത് അനീര? മേക്കിംഗ് മണി ഇസ് വെരി ഈസി ഫോർ മീ. കമന്റിൽ തന്നെ നിങ്ങൾ എഴുതാൻ പറ്റുന്നവർ ഇപ്പൊ തന്നെ കമന്റിൽ എഴുതാം. അപ്പം നമുക്ക് നിങ്ങൾ ഈ ഒരു പേജ് കാണുമ്പോൾ അപ്പം തന്നെ വന്ന് അതങ്ങോട്ട് എഴുതുക. ഏത് വീഡിയോ നമ്മുടെ കണ്ടാലും ഈ ഒരു കമൻറ്റ് അങ്ങോട്ട് എഴുതുന്നത് ശീലാക്കുക. കാര്യം എന്താ അറിയുമോ, എത്ര പ്രാവശ്യം നമ്മളുടെ മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യണോ അത്രയും അത് നമ്മളുടെ ഒരു വിശ്വാസമായിട്ട് മാറും. ഉള്ളിൽ മാറിയ പുറത്ത് മാറ്റാൻ ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ അതുവരെ നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും ഇപ്പം തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുകൂടാതെ പിന്നെ നിങ്ങൾ 2 പേർക്കെങ്കിലും ഷെയർ ചെയ്യുക. കാര്യം എന്താ അറിയുമോ, എത്ര അധികം ഫാമിലി മെമ്പേഴ്സും ഫ്രണ്ട്സും ഒക്കെയാണ് പൈസ ഉണ്ടാക്കാൻ പാടാന്ന് പറഞ്ഞിട്ട് വിഷമിക്കുന്നത്. അപ്പോൾ അവർക്ക് ഈ ഒരു വീഡിയോ കിട്ടുകയും ഈ ഒരു ഇൻഫർമേഷൻ അവർ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്ത് അവരുടെ ജീവിതം രക്ഷപ്പെടും. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ, ഇതിന് നിങ്ങൾ കാശൊന്നും കൊടുക്കണ്ട, വളരെ ഫ്രീ ആയിട്ട് അവർക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ട് അത്രയും വ്യത്യാസം കൊണ്ടുവരാൻ പറ്റുന്ന പ്രാക്ടീസസ് ആണ്. അപ്പോൾ നിങ്ങൾ ഡെഫിനറ്റ്ലി ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണാനും നിങ്ങളുടെ സപ്പോർട്ടിനും എല്ലാത്തിനും പ്രത്യേകം നന്ദി പറയുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ദിവസത്തിൻ്റെ വീഡിയോയിൽ ചലഞ്ചിൽ കാണാം. താങ്ക് യു ആൻഡ് ഗുഡ് ബൈ. ബൈ. ലവ് യു ഓൾ.